ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഏതൻ അക്വേറിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഫുൾ റെഡ് ഫ്ലവർ ഡോർസലിൻ്റെ അടുത്തൊരു ബാച്ചിനെ കണ്ടീഷൻ ചെയ്യുന്ന ടാങ്കിൻ്റെ അടുക്കലാണ്. അപ്പോൾ അവർ അത്യാവശ്യമൊക്കെ മെയിലിൻ്റെ കൂടെ വിടാറായിട്ടുണ്ട്. ഇതിലൊരു 2 ടൈപ്പ് ഫീമെയിലുണ്ട്. അപ്പോൾ അവരെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നമുക്കവരെ അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റാക്കാനായിട്ട്. മെയിലൊക്കെ ഓൾറെഡി സെറ്റായിട്ട് വരുന്നുണ്ട്, ഓൾറെഡി സെറ്റായിരിക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിൽ ശരിക്കും നമ്മൾ ആർട്ടീമിയാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. കാരണം മറ്റ് അസുഖങ്ങളൊന്നും വരാതെ അവരെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു മെയിൽസിനെയും കൂടെ ഞാനൊന്ന് കാണിക്കാം. ഇതാണ്ടല്ലേ, ഇതാണ് അവരുടെ മെയില്. അപ്പോൾ അത് ഏകദേശം ഇവരെല്ലാം റെഡിയായി നിൽക്കുന്നവരാണ്. നമ്മളിവിടെ ഇവരെല്ലാം മിക്സ് ചെയ്താണ് ശരിക്കും ഇടുന്നത്. മെയിൽസിനെല്ലാം കൂടെ മിക്സ് ചെയ്ത്, ഇതെല്ലാം സ്ഥലത്തിൻ്റെ പരിമിതി കൊണ്ട് ചെയ്യുന്നതാണ്. ഇതിനകത്ത് ഒരു 3-4 ടൈപ്പ് ഫീമെയിലുണ്ട്, എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടേക്കാണ്. ഇതാണ് അതിൻ്റെ ഒരു മെയിൽ. എല്ലാം നല്ല കളറാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ബ്രീഡിങ് കേജ് സെറ്റ് ചെയ്തിട്ട് വേണം ഇവരെ ഇറക്കി വിടാനായിട്ട്. ഒരു 2-3 ബാച്ചായിട്ടാണ് വിടാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പ്ലാറ്റിനം റെഡ് ഡംബോ വിടാനായിട്ടുണ്ട്. അതിൻ്റെ ഫീമെയിലും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് മെയിലും റെഡിയായി വരുന്നു. അതിൻ്റെ വേറെ ഒരു ലൈനാണ്, കുറച്ച് ലോങ് ബോഡി ലൈനും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഇയർ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങൾ അവരെ നമുക്ക് സെറ്റ് ചെയ്ത് കയറ്റണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഒറ്റ വട്ടം കൂടെ നിങ്ങൾ ആ മെയിലിനെ കണ്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഒരു പിഗ്മെൻറ്റേഷനും കൊടുക്കാതെ കൊണ്ടുവരുന്ന മെയിൽസാണ് കേട്ടോ. നമ്മുടെ സ്വന്തം ആയിട്ട് തന്നെ നമ്മുടെ ഇവിടെ തന്നെ 2 ലൈനുണ്ട്. ആ 2 ലൈനിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.